നിങ്ങൾ പാതി വായിക്കലൊന്ന് ഉറങ്ങിപ്പോയി എന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് എഴുന്നേറ്റ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഓണം എക്സാം കഴിഞ്ഞു, പേപ്പർ കയ്യിൽ കിട്ടി. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സാർ എന്റെ റിസൾട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാന്ന്. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിന്റെ എഫേർട്ടിൽ നീ സാറ്റിസ്ഫൈഡ് ആണോ? അങ്ങനെ ഓണം എക്സാം കഴിഞ്ഞു, പേപ്പർ കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക്. ആൻഡ് എല്ലാ കുട്ടികളും ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, മാത്സിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്ന്. ഓക്കെ, നിങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് സ്ട്രോങ്ലി ഞാൻ ബിലീവ് ചെയ്യുന്നു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഓൺലി 1% കുട്ടികൾക്ക് മാത്രമേ എന്ത് കിട്ടിയിട്ടുണ്ടാവും, A+ കിട്ടിയിട്ടുണ്ടാവും മാത്സിന്. അതെന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ ശരിക്കും ട്യൂഷൻ സെന്ററിലെ കുട്ടികളുടെ പേപ്പറൊക്കെ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇന്ന് അത് ക്ലാസ്സിൽ വിതരണം ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം അത്രയും ഡീപ്പായിട്ട് ഒന്നും അറിയാത്ത കുട്ടിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആണ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഞാനും ഇവിടെയുള്ള ഓരോ സാർമാരും ശരിക്കും എന്നും ഇങ്ങനെ നമുക്ക് നല്ല രീതിക്ക് അറിയുന്ന ഒരു ടോപ്പിക്ക് പോലും എന്താ പിന്നെ അവിടെയും ഇവിടെയൊക്കെ നോക്കി ഇത് എങ്ങനെ ബെറ്റർ ആക്കി അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും സിമ്പിൾ ആക്കിയിട്ട് കുട്ടികളെ അടുത്ത് എത്തിക്കാൻ പറ്റും എന്ന് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങളെ മുന്നിൽ വരുന്നത്. അവിടെ എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മാർക്ക് കുറയുന്നു? അതായത് എക്സാം പാറ്റേൺ ആകെ മാറുമെന്നും ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലുണ്ടെന്നും ഒക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മുഖവുരക്കെടുക്കാതെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. എനിക്ക് അതിന്റെ ആൻസർ വേണ്ട, നിങ്ങളെ പറ്റിക്കാതിരുന്നാൽ മാത്രം മതി. ഉറപ്പായിട്ടും 99% കുട്ടികളും ഇന്ന് കിട്ടിയ ആൻസർ ഷീറ്റിൽ എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങളുടെ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എഫേർട്ടിൽ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ ഇട്ട എഫേർട്ടിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? എഫേർട്ട് ഇട്ടിട്ടും ആണോ നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യു ആർ ലൈങ് എന്ന് ഞാൻ പറയും. വെറുതെ പറയുന്നതാണ്. എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. എഫേർട്ട് വരണം, ഇനിയെങ്കിലും വരണം. ഇതിപ്പോൾ ഓണം എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് മുന്നിൽ എന്തുണ്ട്, ക്രിസ്മസ് എക്സാമും മെയിൻ എക്സാമും ഉണ്ട്. ഇപ്പം ഈ ഒരു എക്സാം ഒക്കെ ടൈറ്റ് ആക്കിയത് ഓണം എക്സാമിനായതുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ. ഇതെങ്ങനെ നമ്മളുടെ മെയിൻ എക്സാമിനായിരുന്നെങ്കിൽ നമ്മൾ തോറ്റ് തുന്നം പാടി പോലേനോ, നമ്മളെ സ്വപ്നമൊക്കെ പോലേനോ. സോ ഇവിടെ ഹാഫ് വേ എത്തി നിൽക്കുന്നേ ഉള്ളൂ നമ്മൾ. ഇവിടെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാന്ന്. അതിൻ്റെ ബേസിൽ നമ്മൾ ഇനി മുന്നോട്ട് പോകണം. ഇനിയെങ്കിലും നമുക്ക് ബോധം വന്നില്ലെങ്കിൽ കാര്യങ്ങൾ ഇതാ കൈമേൽ നിൽക്കൂല എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളെ കുറേ ചീത്ത പറയാനോ അല്ലെങ്കിൽ ശകാരിക്കാനോ ഒന്നും അല്ല. അതായത് ആൻസർ ഷീറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ മാർക്ക് കുറവാണല്ലേ. ആ മാർക്ക് കുറഞ്ഞ എന്നുള്ളത് ശരിക്കും നിങ്ങളൊരു മോശമായിട്ട് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്ക് കുറഞ്ഞത് എഫേർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ആ എഫേർട്ട് ഇനി നിങ്ങൾ എടുക്കണം. മുന്നേ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഓക്കെ, കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇനി നിങ്ങൾ നല്ല രീതിക്ക് ചെയ്യണം. ഈ ആൻസർ ഷീറ്റിൽ മാർക്ക് കുറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു കഴിവില്ലാത്തവനാണ് എന്നല്ല, എനിക്കിതൊന്നും പറ്റൂല എന്നല്ല. വേർ യു മെയ്ഡ് മിസ്റ്റേക്സ്. ആൻസർ ഷീറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ തെറ്റ് വരുത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഏരിയ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വിച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തിട്ട് നോക്കുക, എവിടെയാണ് എനിക്ക് പാളിയതെന്ന്. ഇനി ഒരു പാളിച്ച ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്നത് എന്താണ്, ആമയും മുയലും കളിയിൽ മുയൽ പതിക്കുന്ന ഒന്നും ഉറങ്ങിപ്പോകുന്നില്ലേ, അതുപോലെ ഓണം എക്സാമിൻ്റെ ടൈം ആയപ്പോൾ നിങ്ങളൊന്ന് ഉറങ്ങിപ്പോയി, എല്ലാവരും മുന്നിൽ പോയി അന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ നിങ്ങളൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എതിരാളിക്ക് നിങ്ങളുടെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അടുത്ത് പോലും എത്താൻ പറ്റൂല. അത്രയേറെ മുന്നിലായിരിക്കും നിങ്ങൾ. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റാൽ മതിയടാ. ഉറങ്ങിക്കിടക്കലേനും ഇങ്ങനെ ഉറങ്ങിക്കിടക്കല്ലേ നിങ്ങൾ. സോ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഓരോ തരി സാധനങ്ങളും തരാൻ വേണ്ടിയിട്ട്, എന്താണോ നിങ്ങൾക്ക് വരാൻ പോകുന്ന മെയിൻ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ ആവശ്യമുള്ളത് അതിൻ്റെ സകല സാധനവും തരാനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി, സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. ഈ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ഓഫർ പ്രൈസ്. നിങ്ങൾ നോക്കി 2999 രൂപ. നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര രൂപയാവും? ഈ 2999 രൂപ ഒരു മാസത്തെ ഫീ അല്ലടാ, ഈ കൊല്ലം മുഴുവൻ നിങ്ങൾ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാനുള്ള ഫീ ആണ്. സോ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാണ്ടിരിക്കാൻ പറ്റൂലടാ. അത്ര അടിപൊളിയാണ് ബാച്ചിൻ്റെ കാര്യങ്ങൾ. ഓരോ ദിവസവും നിങ്ങൾക്ക് മോനെ നീ ഇന്ന ചാപ്റ്ററിൽ ഇതാ പഠിക്കേണ്ടത്, ഇതിൽ ഇതാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരും. നിങ്ങളെ ലോഡാക്കാൻ നമ്മൾ അനുവദിക്കില്ല. ഓരോ ദിവസവും നിങ്ങൾക്ക് വ്യക്തമായി വീതിച്ച് തന്ന് ഡിസംബർ ആകുമ്പോഴേക്ക് നിങ്ങളുടെ സകല പോർഷൻസും തീർത്തിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള റിവിഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ മാർക്കിനുള്ള പരിപാടിയാണ്. മറ്റുള്ളവരെ A+ വേണ്ടി പൊരുതട്ടെ, നമുക്ക് ഫുൾ മാർക്കിന് വേണ്ടി പൊരുതാം. അതാണ് എഡ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുള്ള കുട്ടികളും നോർമൽ കുട്ടികളും തമ്മിലുള്ള മാറ്റം. നമ്മളുടെ ലക്ഷ്യം എപ്പോഴും എന്താണ്, ഫുൾ മാർക്കാണ്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് എഴുന്നേൽക്കാനുള്ള തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് മറ്റൊരു കാര്യം, എന്തെങ്കിലും അതായത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇനിയും മടി നിങ്ങളെ അലട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഇവരെ ഒന്ന് ഓർത്ത് നോക്കുക. നീ മടി പിടിച്ച് നിൽക്കുന്ന ഓരോ ദിവസവും നിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ
പ്രായമായിട്ടും എക്സ്ട്രാ ഒരു ദിവസം കൂടി വർക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെ? നീ ഉയപ്പുന്ന ഓരോ ദിവസവും ഇവരാണ് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യം മാത്രം ആലോചിക്കുക. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ പൈസ അടയ്ക്കുകയോ ജോയിൻ ചെയ്യുകയോ വേണ്ട. ബട്ട് എന്ത് ചെയ്യുക, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യും നിങ്ങൾ. ഇനിയെങ്കിലും ഉണരടാ, മതി കിടന്നുറങ്ങിയത്. നമുക്ക് ഇവിടെ മുതൽ തുടങ്ങണം. പഠിച്ചില്ലെങ്കിൽ കാര്യമില്ല, നമ്മൾ എവിടെ എത്തൂല, എവിടെ ഒരു വിലയും ഉണ്ടാവില്ല, ആകെ താറുമാറായി പോകും. നമുക്കത് വേണ്ട, നമുക്ക് ആ ലൈഫ് വേണ്ട, നമുക്ക് ചേഞ്ചാണ് വേണ്ടത്, നമുക്ക് പൊരുതാം. സോ നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾ എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു അതിൻ്റെ റീസൺ നിങ്ങളുടെ എഫേർട്ട് നല്ലതായിരുന്നില്ല. നിങ്ങളിനി എഫേർട്ട് നന്നാക്കാൻ നോക്കി, അത് റിസൾട്ടിലേക്ക് നിങ്ങളെ എത്തിക്കും. റിസൾട്ട് ഇനി നിങ്ങളെ തേടി വരും. ദാറ്റ്സ് മൈ വേർഡ്. റിസൾട്ട് ഇനി നിങ്ങളെ തേടി വരും. സോ സി യു, ബൈ.